ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? എളിമയുടെ സൗഭാഗ്യം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ്, 2-ാം അധ്യായം 6-ാം തിരുവചനം. വചനം വരെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ഈ ദൈവജനത്തിൽ ഈശോയുടെ എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ കാണാവുന്നതാണ്. ഒരു എളിയ തൊഴുത്തിൽ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് യേശു ജനിച്ചത്. ഈ ദാരിദ്ര്യത്തിൽ എളിമയുടെ സ്വർഗീയ മഹിമ പ്രകാശിതമായി. ബത്ലഹേമിലെ ദാരിദ്ര്യത്തിൽ ക്രിസ്തുവിൻ്റെ താഴ്മയും എളിമയുമാണ് എടുത്തു കാണിക്കുന്നത്. അതായത് മനുഷ്യാവതാരത്തിലൂടെ ഈശോ തൻ്റെ അമർത്യതയുടെയും അപരിമേയത്വവും സർവ്വവ്യാപകത്വവും ഉപേക്ഷിക്കാൻ സ്വയം മനസ്സായി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യനെ ദൈവിക തലത്തിലേക്ക് ഉയർത്താൻ ദൈവം മാനുഷിക തലത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് എളിമയുടെ തലത്തിലേക്ക് ഉയരാം നമുക്ക്. ഓക്കെ.